അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് പാഠം 5 പഠിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിക പാഠാവലി ജീവിത പാഠങ്ങളിലെ ഫിഖ്ഹിലെ 5-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ പാഠം നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. രക്ഷിതാവായ അള്ളാഹുവോട് അടിമയായ മനുഷ്യൻ നടത്തുന്ന സംസാരമാണ് നമസ്കാരം. അച്ചടക്കത്തോടെ, തികഞ്ഞ അനുസരണയോടെ, വിനയത്തോടെ വേണം നമസ്കരിക്കാൻ. നാഥനോടുള്ള പ്രകീർത്തനവും പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ് നമസ്കാരത്തിൻ്റെ ഉള്ളടക്കം. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ആരാധന എന്താന്ന് പഠിച്ചു, പിന്നെ നമസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു, എന്തൊക്കെ വേണം നമസ്കാരത്തിൽ, ഭയഭക്തി വേണം, അത് മസ്റ്റാണെന്ന് പഠിച്ചു. പിന്നെ ഒളുവിൻ്റെ എടുക്കുന്നത് എങ്ങനെ, ഒളുവിൻ്റെ രൂപമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചത് ഒളു എടുത്ത് കഴിഞ്ഞതിനുള്ള പ്രാർത്ഥന, ശേഷമുള്ള പ്രാർത്ഥന, അതിൻ്റെ ഫർള്, സുന്നത്ത്, പിന്നെ നജസ്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നമസ്കരിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രാർത്ഥന ദുആ ഉൽ ഇഫ്തിതാഹ്. ആദ്യത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുക. ഓക്കെ, എന്താണ് പ്രാർത്ഥന? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. മിസ്സിൻ്റെ ഒപ്പം ചൊല്ലി നോക്കണം കേട്ടോ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇവിടെ വരെ ആദ്യം പഠിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പഠിക്കുക ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഓക്കെ, 2-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നൊക്കെ പോവില്ലേ, നമ്മൾ കുട്ടികളല്ലേ. അപ്പോൾ ഇത് രണ്ടാമത് ഈ 5-ാമത്തെ ക്ലാസ്സിൽ 5-ാമത്തെ പാഠത്തിൽ പഠിക്കണം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ നേരെ. ഹനീഫൻ, നേർമാർഗത്തിലായിക്കൊണ്ട്. മുസ്ലിമൻ, അനുസരണയുള്ളവനുമായിക്കൊണ്ടും. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലിയും, വമഹയായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല. വബിദാലിക ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ, അള്ളാഹുവെ അനുസരിക്കുന്നവരിൽ ഉൾപ്പെട്ടവനാണ്. ഇത്രയുള്ളൂ. എങ്ങനെ അതിൻ്റെ മീനിങ് പഠിക്കുക? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്താ അതിൻ്റെ മീനിങ് നോക്കി, സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ നേരെ
നേർമാർഗത്തിലായിക്കൊണ്ടും അനുസരണമുള്ളവനായിക്കൊണ്ടും ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. ആരാണ് ഈ ആകാശങ്ങളൊക്കെ സൃഷ്ടിച്ച ആള്? സർവലോക സംരക്ഷകനായ അള്ളാഹു ആണ്. അപ്പൊ ആ അള്ളാഹുവിൻ്റെ മുമ്പില് ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുകയാണ് അല്ലേ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ കെട്ടി കഴിഞ്ഞിട്ട് ആദ്യം അള്ളാഹുവിന് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയണേ. എന്താ പറയണത്? ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചവനായ എൻ്റെ പടച്ചവൻ്റെ മുമ്പിൽ നല്ല കുട്ടിയായിക്കൊണ്ട് ഞാൻ മുഖം തിരിച്ചിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ. എവിടെയാണ് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക? നമ്മളുടെ കിബില ഏതാ? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, കഅബയാണ് നമ്മുടെ കിബില. നമ്മൾ കഅബയുടെ നേരെ തിരിഞ്ഞിട്ടാണ് നിൽക്കണേ. ഈ കൊച്ചു സ്ഥലത്തായാലും കേരളത്തിലായാലും ഏത് സ്ഥലത്തായാലും നമ്മൾ കഅബ എവിടെയാണെന്നൊരു ഊഹം വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ദിശ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയണ്, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച റബ്ബേ, ഞാൻ നല്ല കുട്ടിയായിക്കൊണ്ട് അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് നീ പറയുന്നതൊക്കെ അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖം നിന്റെ നേരെ തിരിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ഒരു കറക്റ്റായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. അതായത് എനിക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ഇലാഹ്, ഏകനായവൻ, അത് നീയാണ്, എൻ്റെ റബ്ബാണ്, എൻ്റെ പടച്ചവനാണ്. അവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ. ഞാൻ മറ്റുള്ള സ്റ്റാച്യൂസിനെയും കാര്യങ്ങളൊന്നും ആരാധിക്കുന്നവനല്ല. ഓക്കെ, ഇപ്പൊ പറയാണ് വമാ അന, ഞാനല്ല മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. കറക്റ്റായില്ലേ? അവിടെ വരെ ആദ്യം മീനിങ് പഠിക്കുക. എന്നിട്ട് പറയുന്ന വർത്താനം ഭയങ്കര രസാണ്. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലിയും, മഹയായ, എൻ്റെ ജീവിതവും, മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. പടച്ചവനെ അള്ളാഹിനോട് പറയാണ്, ഉറപ്പിച്ച് പറയാണ്. അള്ളാഹ്ക്കറിയാം നമ്മുടെ എല്ലാം പടച്ചവനക്ക് വേണ്ടി, പക്ഷെ അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണം റബ്ബിന്, അല്ലേ? അപ്പം നമ്മൾ അഞ്ചു നേരവും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ, ഈ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ഇങ്ങനെ ഉറപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി മഹയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ നിസ്കാരം, എൻ്റെ ബലി, എന്താ ബലി? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ? നമ്മൾ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ലൈഫിൽ. ഇതൊക്കെ എൻ്റെ റബ്ബിന് വേണ്ടിയാണ്, നിന്റെ ഇഷ്ടത്തിനാണ്. എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. എന്നിട്ടോ ലാ ശരീക ലഹു, പടച്ചവന് നിനക്ക് പങ്കുകാരനില്ല. ബിദാലിക ഉമിർത്തു, അതാണ്, അങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ ഒരു കടമ. അതായത് അവൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ആയിരിക്കുന്ന ഒരാള് മനസ്സിലാക്കണം, അള്ളാഹുവിന് ഒരിക്കലും വേറെ പങ്കുകാരനില്ല. അനമിനൽ മുസ്ലിമീൻ, ഞാന് മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. അനുസരിക്കുന്ന, റബ്ബ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കില്ല. അതാണ് ഈ പ്രാരംഭ പ്രാർത്ഥനയുടെ സാരം. ഈ വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അള്ളാഹുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ അവൻ പറയുന്ന കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യം ചെയ്യണ പോലെയാണ് ഈ വജ്ജഹത്ത് പറയുന്നത്. അപ്പം അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അതിന്. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മൾ അള്ളാഹുവിനോട് ഈ ദുആ ചെയ്യാൻ. അപ്പോൾ കൈ കെട്ടി ആദ്യം അള്ളാഹുവിൻ്റെ കാര്യം ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പടച്ചവനക്ക്. അവന് വേണ്ടിയല്ലേ നമ്മൾ നിസ്കരിക്കണേ? തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയി ഒന്നും എടുത്ത് വന്നിട്ട് നമസ്കരിക്കുന്ന നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ
എന്താ പറയുന്നത്? ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ നേരെ നേർമാർഗത്തിലായിക്കൊണ്ട് അനുസരണമുള്ളവനായിക്കൊണ്ടും ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകനാഥനായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അള്ളാഹുവിന് പങ്കുകാരനില്ല. അങ്ങനെയാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ട, അതായത് അനുസരണശീലമുള്ള ആളായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്. എങ്ങനെ? അള്ളാഹുവിന് പങ്കുകാരനില്ല എന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ വജ്ഹത്ത് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാട്ടാ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് ആദ്യത്തെ 2 റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും ഭാഗവും ഓതേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മിസ് ഫാത്തിഹയും അതിൻ്റെ മീനിങ്ങും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമസ്കാരത്തിന് നമ്മൾ പഠിക്കുന്നത് റുക്കൂ ആണ്. റുക്കൂയിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലണം. എങ്ങനെ? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിൽ പോയിട്ട്, എങ്ങനെ റുക്കോയിൽ നിന്ന് നമുക്ക് മുട്ടിലേക്ക് മുട്ടിൻ്റെ അതിൽ 2 കൈപ്പത്തികളും ഇങ്ങനെ പിടിച്ചിട്ട് കുമ്പിട്ട് നിന്നിട്ട് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുക. മഹാനായ എൻ്റെ നാഥൻ പരിശുദ്ധൻ 3 പ്രാവശ്യം പറയണം. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായ എൻ്റെ നാഥൻ പരിശുദ്ധൻ. ഓക്കെ, അപ്പോൾ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെമിയല്ലാഹു ലിമൻ ഹമിദ എന്നാണ് നമ്മൾ പറയുക. എന്താ അതിൻ്റെ മീനിങ്? സെമിയ അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ സ്തുതി അവൻ കേട്ട് ഉത്തരം നൽകട്ടെ. നമ്മൾ റുക്കോയിൽ 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം പറഞ്ഞ് പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സെമിയ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയുക. അതിൻ്റെ മീനിങ് അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ സ്തുതി അവൻ കേട്ട് ഉത്തരം നൽകട്ടെ. ഓക്കെ, പിന്നെ നമ്മൾ എഴുത്തിദാലിൽ നിൽക്കും. റുക്കോയിൽ നിന്ന് എഴുന്നേറ്റാൽ ആ നിൽപ്പിന് എഴുത്തിദാലിൽ നൃത്തം എന്ന് പറയുക, എഴുത്തിദാൽ എന്നാണ് പറയുക. അപ്പോൾ അതിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താ? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദു. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദു. ഞങ്ങളുടെ നാഥ, ആകാശങ്ങളും അവയ്ക്കപ്പുറവും നീ ഉദ്ദേശിച്ച മറ്റെല്ലാ വസ്തുക്കളും നിറയെ നിനക്ക് സ്തുതി. അള്ളാഹുവിനോട് നമ്മൾ എന്തിനാ നിസ്കരിക്കണേ? റബ്ബിനോട് നന്ദി കാട്ടാനാണല്ലേ. കൽബുൻ ഷാക്ക്, ഒരു ഹൃദയമുള്ള നന്ദിയുള്ള ഹൃദയം, അത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ നമസ്കരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അള്ളാഹിനോട് പറയാണ്, റബ്ബനാ ഞങ്ങളുടെ നാഥ, ലക്കൽ ഹംദു നിനക്ക് സ്തുതി, മിൽ അസ്സമാവാതി വമിൽ അൽ അർളി ആകാശഭൂമികൾ നിറയെ, വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ് ശേഷം നീ ഉദ്ദേശിച്ച മറ്റെല്ലാ വസ്തുക്കളും നിറയെയും. ഇപ്പൊ നോക്കിയേ, അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ ആകാശവും ഭൂമിയും ഒക്കെ നിറയെ അൽഹംദുലില്ലാ നിനക്ക് സ്തുതി. എന്നിട്ടോ നീ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് സ്തുതി നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തോ? വേറെ എന്തെങ്കിലുമൊക്കെ നിറച്ചും നീ സ്തുതി എടുത്തോ. അത്രക്ക് ഇഷ്ടമാണ് എൻ്റെ റബ്ബിനോട് എനിക്ക് എന്നുള്ളതാണ് ഈ ഒരു എഴുത്തിദാലിലെ പ്രാർത്ഥനയുടെ ആ ഒരു മീനിങ്. ഭയങ്കര രസകരമായ പ്രാർത്ഥനയാണത്. നമുക്ക് സന്തോഷം വരുമ്പോൾ അള്ളാഹിനോട് നീ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർള് വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്. നീ എടുത്തോ പടച്ചോനെ, കംപ്ലീറ്റ് എല്ലാ സ്തുതിയും നിനക്കാണ്. കാരണം എത്ര നന്ദി പറഞ്ഞാലും തീരൂലോ പടച്ചവനോടുള്ള സ്നേഹം, അല്ലേ മക്കളെ? എത്ര നന്ദി പറഞ്ഞാലും തീരൂലല്ലോ. കാരണം എന്താ? അവൻ നമുക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ് നൽകിയത്. അപ്പം എങ്ങനെയൊക്കെ നന്ദി കൊടുത്താലും
അത് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര സ്നേഹം പടച്ചവനോട് നമുക്ക് ഉണ്ട്. ഓക്കെ, അതാണ് എഴുത്തിദാലിലെ ഈ പ്രാർത്ഥനയുടെ മീനിങ്. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ വജ്ജഹത്തും പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദയും പിന്നെ എഴുത്തിദാല് റബന ലക്കൽ ഹംദ് ആ പ്രാർത്ഥന ഇത് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ മിസ്സ് അടുത്ത ഭാഗം ചെയ്യുക. കുറേശ്ശെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 പ്രാർത്ഥനയും പഠിക്കുക, എഴുതി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹൈറാക്കട്ടെ. നിങ്ങൾ ഫുള്ള് പഠിക്കാനും നല്ല കുട്ടികളായിട്ട് ജീവിക്കാനും ഇഹലോകത്തും പരലോകത്തും ഒക്കെ നല്ല ഹൈറായ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.